നമസ്കാരം. അമേരിക്കയിൽ പാലസ്തീനു വേണ്ടി കൊടിപിടിച്ച് തെരുവിൽ ഇറങ്ങിയ സ്റ്റുഡന്റ് വിസക്കാർക്ക് നെഞ്ചിടിക്കുന്നു. ഹമാസ് അനുകൂലികളെ നാട് കടത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ നീക്കം ഉണ്ടായത്. പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ഇവരിൽ പലരും നെട്ടോട്ടമോടുകയാണ്. ഹമാസ് അനുകൂലികളെ നാട് കടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ട് പല സ്റ്റുഡന്റ് വിസക്കാരും സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇവരാണ് ഇപ്പോൾ ട്രംപിന്റെ പേടിയിൽ അവയെല്ലാം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ മാസം ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ഹമാസിനെ അനുകൂലിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കും. പ്യൂർഡു സർവകലാശാലയുടെ ഔദ്യോഗിക പത്രമായ ദി എക്സ്പോണന്റിൽ 2023 ഒക്ടോബർ 7 ശേഷം വന്ന ലേഖനങ്ങളും ചിത്രങ്ങളും പേരുകളും എല്ലാം പിൻവലിക്കുന്നതായി അവരുടെ വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഈ തീരുമാനം എന്നാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. ഇനി മുതൽ പാലസ്തീൻ അനുകൂല വാർത്തകളോ ചിത്രങ്ങളോ തങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ലെന്നാണ് പത്രത്തിന്റെ എഡിറ്റോറിയൽ വിഭാഗം പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഏകാധിപത്യ കടന്നുകയറ്റം അവസാനിക്കുന്നതുവരെ ഈ നിലപാട് തുടരും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ വിവിധ കോഴ്സുകളാണ് പ്യൂർഡു സർവകലാശാല നടത്തുന്നത്. ഗവേഷണ മേഖലയിലും അമേരിക്കയിലെ ഇന്ത്യാനയിലെ ഈ സർവകലാശാല പ്രമുഖ സ്ഥാപനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എക്സ്പോണന്റിന്റെ മുഖ്യ പത്രാധിപരായ സേത്ത് നെൽസൺ ദാരിദ്ര്യത്തെയും വീടില്ലാത്ത വ്യക്തികളെയും കുറിച്ച് നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്. എന്നാൽ എക്സ്പോണന്റ് എന്ന പ്രസ്ഥാനത്തിന് സർവകലാശാലയുമായി നേരിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിലെ പല സർവകലാശാലകളിലേക്കും വിദേശ വിദ്യാർത്ഥികൾ പാലസ്തീൻ അനുകൂല പോസ്റ്റുകളുമായി സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായിരുന്നു. ഇതേ തുടർന്ന് അമേരിക്കയിലെ ജൂതന്മാർക്കെതിരെ അതിക്രമം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ട്രംപ് നീതിന്യായ വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു. ജിഹാദി അനുകൂലികളെ എത്രയും വേഗം നാട് കടത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി തവണ പാലസ്തീൻ അനുകൂല റാലികൾ നടത്തിയിരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അമേരിക്കയിലെ സർവകലാശാലകളിലെ പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അവസാനിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.